ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. അതെ, കഴിഞ്ഞ വെനസ്ഡേയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാട്ടോ. പക്ഷേ എനിക്ക് സൗണ്ടൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടത് ഇന്നേ ഉള്ളൂ. അപ്പോൾ കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പം കൂടുതലും ഷോർട്സാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ എനിക്ക് കുറേ സപ്പോർട്ട് കുറേ പേരുടെ കിട്ടുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസും കൂടെ ഇടണം. അപ്പോൾ അതിൻ്റെ ടൈം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അത് ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല, രാവിലെ എഴുന്നേറ്റ് പതിവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അപ്പവും മറ്റേ നമ്മുടെ വൻപയർ കറിയില്ലേ, പയർ കറി പോലെ, അത് ജസ്റ്റ് കറിയായിട്ട് വെക്കാനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് താളിച്ചിട്ട് ഞാൻ ചെറുള്ളിയും പിന്നെ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പയർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഒന്ന് ഉടച്ച് ഇച്ചിരി ലൂസായിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. കാര്യം ഇച്ചിരി കട്ടിയായിട്ട് വെക്കേണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ പയർ കറി വെക്കണം. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങോട്ട് നന്നായിട്ട് കട്ടായിട്ടാൻ വഴിയുണ്ട് കേട്ടോ. നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കിയാലും അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ വെച്ചാൽ അതുകൊണ്ട് ഇച്ചിരി ലൂസിനങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ഇതായിരിക്കും. അപ്പോൾ ഇന്ന് മോന് സ്കൂളിലൊക്കെ പോകേണ്ട ദിവസമാണ്. അപ്പോൾ കറി റെഡിയാക്കി ചായ ഇട്ടു. ഇനി പെട്ടെന്ന് അപ്പം കൂടെ തയ്യാറാക്കാം. മോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഉമ്മീന്നൊക്കെ വിളി കേൾക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കത്തില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പച്ചരി കുതിർത്ത് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം ഉണ്ടാക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയണില്ല, എൻ്റെ അപ്പം ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഞാൻ എപ്പോഴും എൻ്റെയൊക്കെ കുറ്റം പറയാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പമാണ്. പുട്ടുണ്ടാക്കിയാലും കുറ്റമാണ്. ഇതെന്നാ പുട്ട് ഇങ്ങനെ ഇരിക്കണേ, പുട്ട് നനഞ്ഞിട്ടില്ല, ഒരു സോഫ്റ്റ് ഇല്ല, നീ ഉണ്ടാക്കുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെയാണ്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതെന്നെ കല്ല് പോലെ ഇരിക്കണം, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അപ്പത്തിന് മാത്രം എന്താണാവോ എൻ്റെ കെട്ടിയൻ ഇന്നുവരെ കുറ്റം പറഞ്ഞ് കാണാറില്ല. പിന്നെ രാത്രിയിലും കൂടുതലും അപ്പം ഉണ്ടാക്കിയാൽ മതിയെന്ന് എൻ്റെ അടുത്ത് പറയണേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കണു. അതിൻ്റെ ഇടയിൽ തുണി വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം നിറയാൻ വേണ്ടി വെച്ച് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ടാണോ എന്നറിയില്ല, എന്തോ പോലെ നമുക്ക് ഒന്നും കഴിക്കാത്തതിൻ്റെ ഒരു തലയ്ക്കൊരു ഹാങ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് എന്തായാലും കുടിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ ഒരു 10 പ്രാവശ്യം ചെന്ന് വിളിച്ചു കേട്ടോ. ഞാൻ എഴുന്നേറ്റോളാം, നീ പൊക്കോ, ഞാൻ എഴുന്നേറ്റോളാം, നീ പൊക്കോ, ഇത് മാത്രം പറയക്കല്ലുണ്ട്. അവളെ എഴുന്നേക്കല്ല കേട്ടോ. മോനെ എഴുന്നേറ്റ് അവൻ റെഡി ആവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. മോള് അതിൻ്റെ ഇടയിൽ ഒന്നും മൂളിയിട്ട് വീണ്ടും താനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മോൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സ്കൂളിൽ പോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോളും എഴുന്നേറ്റു, ഇക്കയും റെഡിയായി ദേ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അനിയൻ്റെ മോളാട്ടോ, അത് ഫെല്ല ഫാത്തിമയാണ്. മോള് സ്കൂളിൽ പോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കിങ്ങിണി വണ്ടിയിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പതുക്കെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അതിൻ്റെ പേരിലാവും കരച്ചിൽ. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടോ ഇപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ ടാറ്റ കൊടുത്ത് കാക്ക ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഉമ്മച്ചിയെ നോക്കി അപ്പുറത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം, ടാറ്റാ.